അല്ലെങ്കിലും പുറത്തെ ഭംഗി കണ്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല കേട്ടോ, എന്നാന്ന് പറയാം. അപ്പോൾ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നന്നായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഉള്ളി പിക്കിളില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ സവാള അധികം ഇഷ്ടമല്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ. കുറച്ച് വിനാഗിരിയും വെള്ളവും ഉപ്പും പഞ്ചസാരയും കൂടെയാണ് നമ്മൾ നേരത്തെ തിളപ്പിച്ചത്. അത് തിളപ്പിച്ച് ഒന്ന് ചൂടാറാനായിട്ട് വെച്ചു. ഇനി നമുക്ക് സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇക്കായിട്ട് പറഞ്ഞു നല്ല കളറുള്ള സവോള മേടിച്ചോണ്ട് വരണമെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് അകത്ത് നല്ല കളറുള്ള സവോളയാണ്, പക്ഷേ ഇവിടെ വന്നത് പുറത്ത് നല്ല കളറും അകത്ത് ഇതുപോലെ കളറില്ലാത്ത സവോളയും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പുറഭാഗം കണ്ട് ആരെയും വിലയിരുത്തരുതെന്ന്. അപ്പോൾ സവോള ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തത് ഒരു കുപ്പി ഭരണിയിലിട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തു, പിന്നെ ബേ ലീഫും കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വെള്ളമില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ദിവസം അങ്ങ് വെക്കുക. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം നമ്മുടെ ഓനിയൻ പിക്കിൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ല ബീട്രൂട്ടിൻ്റെയൊക്കെ ഒരു കളർ വരണ്ടേ. ഞാൻ ഇപ്പോഴും ഓർത്ത് ഒരു കഷ്ണം ബീട്രൂട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ, ആ ഒരു കളർ കിട്ടാനായിട്ട്. മിസ്സായി. ഇനി അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ പിക്കിൾ അടിപൊളിയാണ്, ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണേ.